ഹായ് ഹലോ, കുഞ്ഞുങ്ങളുടെ ഒരു വെയിറ്റ് ഗെയിൻ റെസിപ്പി കണ്ടാലോ? ഓടിവാ. ഇത് കണ്ടോ, ഇതൊരു പംകിൻ ഫാമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പോയി കുറച്ച് പംകിൻസ് ഒക്കെ ബൈ ചെയ്തു. ഇവിടെ ഇങ്ങനെ ഹാലോവീൻസ് വന്നു കഴിയുമ്പോൾ യു കെയിലുടനീളം ഇതുപോലെ പംകിൻ ഫാംസ് ഒക്കെ ഓപ്പൺ ആവും കേട്ടോ. ആ സമയത്ത് നമുക്ക് പോയി പംകിൻസ് മേടിക്കാം, അതുപോലെ അത് വിസിറ്റ് ചെയ്യാം. ഭയങ്കര ഫണ്ണാണിത്. പിന്നെ പംകിൻ്റെ ബെനഫിറ്റ്സ് ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. പംകിൻസിൽ ബീറ്റ കരോട്ടിൻ ഉണ്ട്. അത് വളരെ വലിയ തോതിലാണ് പംകിൻസിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് ബയോ അവൈലബിലിറ്റി കൂടുതലാണ്. അത് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബോഡിക്ക് അവൈലബിൾ ആവും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഗുണമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാലറീസ് ആഡ് ചെയ്യാൻ വേണ്ടി തേങ്ങാപ്പാലും അതുപോലെ സാഗോയും അതുപോലെ ജാഗരിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ആയി കഴിയുമ്പം നന്നായിട്ട് കാലറി റൈസ് ആവും. അതുപോലെ ഞാൻ കുറച്ച് നെയ്യും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഫോർട്ടിഫൈ ചെയ്യുകയാണ്, നമ്മൾ വീട്ടിൽ തന്നെ ഫോർട്ടിഫൈ ചെയ്ത ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് ഇതിലൂടെ. അതായത് എക്സ്ട്രാ നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുമ്പം അതിലെ കാലറി ഇൻക്രീസ് ചെയ്യും. തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോൾ മോർ കാലറീസ് ആണ്. അതുപോലെ തന്നെ സാഗോ ആഡ് ചെയ്യുമ്പോഴും കുറച്ച് കാലറി ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഓൾ ടുഗെദർ നമുക്കൊരു നേരം ഇതൊരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് സ്നാക്കായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു 3 ടൈംസിലൊരു കംപ്ലീറ്റ് മീൽ പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 സ്നാക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ചില സമയത്ത് നമുക്ക് ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾ സ്റ്റിക്സും ഒക്കെ കൊടുക്കാം. അതുകൂടാതെ കുറച്ച് ഫണ്ണി ആയിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള, അതായത് കുഞ്ഞിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് സ്പൈസസ് ഒക്കെ. ഇവിടെ എൻ്റെ കുഞ്ഞിന് കുറച്ചതുപോലെ നമ്മുടെ ഏലക്ക, ക്യൂമിൻ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്തത്. ഇത് നമുക്കൊരു സ്കൂൾ മീലായിട്ടൊക്കെ, അത് ലഞ്ച് ബോക്സിൻ്റെ മീലായിട്ടൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒരു സൈഡ് സ്നാക്ക് പോലെയൊക്കെ. അതുപോലെ തന്നെ ഇതിപ്പം വീട്ടിലാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ പോർഷൻ സൈസ് നമുക്ക് ബോധം ചെയ്യേണ്ട ആവശ്യമില്ല. പോർഷൻ സൈസ് എത്ര കഴിച്ചാലും പ്രത്യേകിച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. വയറിൻ്റെ അകത്താണെങ്കിലും ബ്ലോട്ടിങ്ങും ഒന്നും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ല. അതുപോലെ റീഫ്ലക്സിൻ്റെ ഇഷ്യൂസും ഒന്നും ഉണ്ടാവില്ല ഇത് കഴിക്കുന്നതുകൊണ്ട്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ സാഗോയുടെ കൺസിസ്റ്റൻസി കണ്ടില്ലേ? ഞാൻ സാഗോ ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് വേവിച്ച് ചേർത്തിട്ടില്ല. ഞാൻ നമ്മുടെ മത്തങ്ങ വേവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിൽ സാഗോ ഇട്ടത്. കാരണം അത് കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കുഞ്ഞുങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പംകിൻ സീഡും, പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള സീഡ്സൊക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പംകിൻ സീഡും അതുപോലെ കാഷ്നട്ടും ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് സൺഫ്ലവർ സീഡും ചേർത്തിട്ടുണ്ട്. ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് കൺസിസ്റ്റൻസീസ് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം. ബൈ ബൈ.